ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ ലാസ്റ്റ് പറഞ്ഞ പാസീവ് പ്രൊഫൈലാക്സിസ് അല്ലേ? അവിടെ വരെ മനസ്സിലായോ ഷംന? നെക്സ്റ്റ് അഞ്ചാമത്തെ ഇന്റർഫെറോൺ. എന്താന്ന് നോക്കാം. ഇന്റർഫെറോൺ in that virus infected cells and cells induced with other agents. Example, double stranded polynucleotides, can secrete proteins called interferons which protect normal cells from viral infection. Full stop. Therapeutic administration of interferon alpha has proven effective for several human viral illness. അതായത് ഇന്റർഫെറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസും അതുകൂടാതെ തന്നെ സെൽസ് ഇൻഡ്യൂസ്ഡ് വിത്ത് അതർ ഏജൻസ്, അതായത് സെൽസ് ഇൻഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള മീൻസ് സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള വേറെ ഏജൻസ്. ഓക്കെ, അതായത് അതിനൊരു എക്സാമ്പിൾ ആണ് ഡബിൾ സ്റ്റാൻഡേർഡ് പോളി ന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ, ഇത് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീനെയാണ് ഇന്റർഫെറോൺ എന്ന് വിളിക്കുന്നത്. അതായത് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കോശങ്ങളും അതുകൂടാതെ തന്നെ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള ഏജൻസ് ഉണ്ട്. ഓക്കെ, ആ ഏജൻസും അതായത് അതിനൊരു എക്സാമ്പിൾ ആണ് ഡബിൾ സ്റ്റാൻഡേർഡ് പോളി ന്യൂക്ലിയോടൈഡ്. ഓക്കെ, ഇതുപോലുള്ള ഏജൻസും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീനെ വിളിക്കുന്നതാണ് ഇന്റർഫെറോൺ. വിച്ച് പ്രൊട്ടക്ട് നോർമൽ സെൽസ് ഫ്രം വൈറൽ ഇൻഫെക്ഷൻ. ഈ ഇന്റർഫെറോൺ എന്ന് പറഞ്ഞ ആ ഒരു പ്രോട്ടീൻ എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള കോശങ്ങളെ വൈറൽ ഇൻഫെക്ഷനിൽ നിന്നും സംരക്ഷിക്കും. ഓക്കെ, ഇങ്ങോട്ട് പറയാം. വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് ആൻഡ് സെൽസ് ഇൻഡ്യൂസ്ഡ് അതർ ഏജൻസ്. എക്സാമ്പിൾ, ഡബിൾ സ്റ്റാൻഡേർഡ് polynucleotides that can secrete proteins called interferons which protect normal cells from viral infection. അതായത് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കോശങ്ങളും അതുപോലെ തന്നെ കോശങ്ങളെ ഇൻഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഏജൻസ്. ഇതിനൊരു എക്സാമ്പിൾ ഡബിൾ സ്റ്റാൻഡേർഡ് polynucleotides. ഇത് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് ഇന്റർഫെറോൺ. ഈ ഇന്റർഫെറോൺ എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള സെൽസിനെ വൈറൽ ഇൻഫെക്ഷൻസിൽ നിന്നും സംരക്ഷിക്കും, പ്രൊട്ടക്ട് ചെയ്യും. Full stop. Then therapeutic administration of interferon alpha has proven effective for several human viral illness. അതായത് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇന്റർഫെറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർഫെറോൺ ആൽഫ എന്ന് പറയുന്ന ഇന്റർഫെറോൺ ആണ്. ഓക്കെ, തെറാപ്യൂട്ടിക് അഡ്മിനിസ്ട്രേഷൻ അതായത് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഇന്റർഫെറോൺ ആൽഫയാണ് പ്രധാനപ്പെട്ടത്. ഓക്കെ, അതാണ് ഹ്യൂമൻ വൈറൽ ഇൽനെസ്സിനെ മീൻസ് ഹ്യൂമൻസിന് വരുന്ന വൈറൽ ഇൽനെസ്സിന് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇന്റർഫെറോൺ ആൽഫയാണ്. ഓക്കെ, തെറാപ്യൂട്ടിക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്റർഫെറോൺ ആൽഫ ഹാസ് proven effective for several human viral illness. അതായത് ഹ്യൂമൻസിനെ ബാധിക്കുന്ന ഒരുപാട് വൈറൽ ഇൽനെസ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇന്റർഫെറോൺ ആൽഫ എന്ന് പറയുന്നതാണ്. ഓക്കെ, എന്നിട്ട് പറയാം. ഇന്റർഫെറോൺസ് എന്ന വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് ആൻഡ് സെൽസ് ഇൻഡ്യൂസ്ഡ് വിത്ത് other agents. Example, double stranded polynucleotides that can secrete proteins called interferons which protect normal cells from viral infection. അതായത് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസും അതുപോലെ തന്നെ സെൽസ് ഇൻഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഏജൻസ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഡബിൾ സ്റ്റാൻഡേർഡ് പോളിന്യൂക്ലിയോടൈഡ്സ്. ഇത് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് ഇന്റർഫെറോൺ. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് ഇന്റർഫെറോൺ. ഇത് എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള കോശങ്ങളെ വൈറൽ ഇൻഫെക്ഷൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, then therapeutic administration of interferon alpha has proven effective for several human viral illness. അതായത് തെറാപ്യൂട്ടിക് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇന്റർഫെറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർഫെറോൺ ആൽഫയാണ്. ഇന്റർഫെറോൺ ആൽഫ. ഓക്കെ, ഇതാണ് ഹ്യൂമൻസിന് ഒരുപാട് ഹ്യൂമൻ വൈറൽ ഇൽനെസ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. Is it clear? ഓക്കെ, എത്രയാണ് prevention of viral diseases. Any doubt? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം. നെക്സ്റ്റ് മെയിൻ ഹെഡിങ് ഇമ്മ്യൂണിറ്റി ഇൻ വൈറൽ ഇൻഫെക്ഷൻ. ഇമ്മ്യൂണിറ്റി ഇൻ വൈറൽ ഇൻഫെക്ഷൻ എന്ന് മെയിൻ ഹെഡിങ് കൊടുക്കാം. ഇമ്മ്യൂണിറ്റി ഇൻ വൈറൽ ഇൻഫെക്ഷൻ. ഓക്കെ, ഇൻ ദാറ്റ് പോയിന്റ് വൈസ് ആയിട്ടാണ്, വലിയ എക്സ്പ്ലനേഷൻസ് ആണ് വരുന്നത്. പോയിന്റ് വൈസ് ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്
Immunity of viral infection is caused by a variety of specific and non-specific mechanisms. അതായത് വൈറൽ ഇൻഫെക്ഷൻസിന് എതിരെയുള്ള ഇമ്മ്യൂണിറ്റി, ഓക്കെ, ഇമ്മ്യൂണിറ്റിക്ക് കാരണമായിട്ട് ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ളയും അതുപോലെ തന്നെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള മെക്കാനിസങ്ങൾ നിലകൊള്ളുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇമ്മ്യൂണിറ്റി ഓഫ് വൈറൽ ഇൻഫെക്ഷൻ ഈസ് കോസ്ഡ് ബൈ എ വെറൈറ്റി ഓഫ് സ്പെസിഫിക് ആൻഡ് നോൺ സ്പെസിഫിക് മെക്കാനിസംസ്. അതായത് വൈറൽ ഇൻഫെക്ഷൻസിനെതിരെ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്താ പറയുക, അതിനെ തടയുന്ന രീതിയിലുള്ള ഇമ്മ്യൂണിറ്റിക്ക് കാരണമായിട്ട് ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ളയും നോൺ സ്പെസിഫിക് ആയിട്ടുള്ള മെക്കാനിസം നിലകൊള്ളുന്നുണ്ട്. Then second point, the activation of different immune functions and the duration and magnitude of the immune response depend on how the virus interacts with the host cells and on how the virus spreads. അതായത് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഇമ്മ്യൂൺ ഫങ്ഷൻ, വ്യത്യസ്തമായിട്ടുള്ള ഇമ്മ്യൂൺ ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻ. ഇമ്മ്യൂൺ ഫങ്ഷൻസ് എന്നാൽ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ധർമ്മങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി മീൻസ് മാഗ്നിറ്റ്യൂഡ്, അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻ മീൻസ് അതിന്റെ ഒരു ടൈമിങ്. ഓക്കെ, ഈ രീതിയിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് എല്ലാം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറസ് ഹോസ്റ്റുമായിട്ട് എത്രമാത്രം ഇന്ററാക്ട് ആയി, ഹൗ ദ വൈറസ് ഇന്ററാക്ട് വിത്ത് ഹോസ്റ്റ് സെൽസ്, അതുകൂടാതെ തന്നെ എന്താണ് എത്രത്തോളം വൈറസ് സ്പ്രെഡ് ആയി, ഇതിനെല്ലാം ആശ്രയിച്ചിട്ടാണ് ഇമ്മ്യൂൺ ആയിട്ടുള്ള റെസ്പോൺസ് നിലകൊള്ളുന്നത്. ഓക്കെ, അതായത് ദ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഇമ്മ്യൂൺ ഫങ്ഷൻസ് ആൻഡ് ദി ഡ്യൂറേഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇമ്മ്യൂൺ റെസ്പോൺസ് ഡിപ്പെൻഡ് ഓൺ ഹൗ ദ വൈറസ് ഇന്ററാക്ട് വിത്ത് ഹോസ്റ്റ് സെൽസ് ആൻഡ് ഓൺ ഹൗ ദ വൈറസ് സ്പ്രെഡ്. അതായത് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇമ്മ്യൂൺ ഫങ്ഷൻസ്, ഇമ്മ്യൂൺ ഫങ്ഷൻസ്, അതുപോലെ തന്നെ അതിന്റെ ഡ്യൂറേഷൻ മീൻസ് അതിന്റെ ഒരു ടൈമിങ്, അതുപോലെ തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മീൻസ് അതിന്റെ ഒരു അളവ് അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യാപ്തം, അളവ് എന്നൊക്കെ പറയും. ഓക്കെ, മാഗ്നിറ്റ്യൂഡ്, ഇതെല്ലാം ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്തിനെ പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് വൈറസ് ഹോസ്റ്റ് സെല്ലുമായിട്ട് എത്രത്തോളം ഇന്ററാക്റ്റിൽ വന്നു എന്നുള്ളതും അതുപോലെ തന്നെ എത്രമാത്രം സ്പ്രെഡ് ആയി എന്നതുള്ളതിനെയും ആശ്രയിച്ചിട്ടാണ് ഉള്ളത്. അതനുസരിച്ചിട്ടാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് നിലകൊള്ളുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. Therefore, the activation of different immune functions and the duration and magnitude of the immune response. അതായത് ഈ വ്യത്യസ്തമായിട്ടുള്ള ഇമ്മ്യൂൺ ഫങ്ഷൻസ്, ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ധർമ്മങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ടൈമിങ്, ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് മീൻസ് അതിന്റെ ഒരു അളവ് മീൻസ് ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ അളവ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറസ് എത്രമാത്രം ഹോസ്റ്റ് സെല്ലുമായിട്ട് ഇന്ററാക്റ്റിൽ വന്നു അല്ലെങ്കിൽ എത്രത്തോളം വൈറസ് സ്പ്രെഡ് ആയി, ഈ രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, full stop. Then continuation. Therefore, viral antigens may be present in different parts of the body depending on the route of spread and phase of infection. അതുകൊണ്ട് തന്നെ വൈറൽ ആയിട്ടുള്ള ആന്റിജൻസ് വ്യത്യസ്തമായിട്ടുള്ള ബോഡിയിലെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിലാക്കി ആയിരിക്കും നിലകൊള്ളുന്നത്. ഓക്കെ, ഇത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് സ്പ്രെഡിനെയും, അതായത് വൈറസ് എൻട്രി ആയിട്ടുള്ള വഴി, ഓക്കെ, അതിനെയും അതുപോലെ തന്നെ ഫേസ് ഓഫ് ഇൻഫെക്ഷനെയും, അതായത് ഇൻഫെക്ഷന്റെ ഘട്ടത്തെയും ആശ്രയിച്ചിരിക്കും. എന്നിട്ട് പറയാം, therefore the viral antigens may be present in different parts of the body depending on the route of spread and phase of infection. അതായത് വൈറൽ ആന്റിജൻസ് ബോഡിയിലെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിലായിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടാകുക, നിലകൊള്ളുന്നത്. ഓക്കെ, ഇതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, വൈറസ് സ്പ്രെഡ് ആയ റൂട്ട്, ഓക്കെ, മീൻസ് വഴി, അതുകൂടാതെ തന്നെ ഫേസ് ഓഫ് ഇൻഫെക്ഷൻ, അതായത് ഇൻഫെക്ഷന്റെ ഘട്ടത്തെയും ആശ്രയിച്ചിരിക്കും. ഏതെല്ലാം ഭാഗങ്ങളിലാണ് ഈ വൈറൽ ആന്റിജൻസ് നിലകൊള്ളുന്നത് എന്നുള്ളത്. Is it clear? And phase of infection. Phase of infection എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷന്റെ ഘട്ടം. ഓക്കെ, അതായത് സ്പ്രെഡിങ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഓരോ ഘട്ടം ഉണ്ടാകും. ഓരോ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഘട്ടം ഘട്ടമായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്, ടൈപ്സ് ഒക്കെ അനുസരിച്ചിട്ട്. ക്ലിയർ ആയോ? ഓക്കെ,
അത്രയാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് local infections at surfaces such as the mucosa can elicit local cell mediated and humoral immune responses but not necessarily systemic immunity. Okay, ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ലോക്കൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് അറ്റ് സർഫസസ് സച്ച് as മ്യൂക്കോസ, അതായത് ലോക്കൽ ഇൻഫെക്ഷൻസ് മീൻസ് മ്യൂക്കോസിനെ ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ഇൻഫെക്ഷൻസ്. ഓക്കെ, ഇത് ലോക്കൽ സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഹ്യൂമോറൽ ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെളിവാക്കുന്നത്. എലിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിപ്പെടുത്തുന്നുള്ള അർത്ഥം. ഓക്കെ, ബട്ട് നോട്ട് നെസസറി സിസ്റ്റമിക് ഇമ്മ്യൂണിറ്റി. പക്ഷെ എന്താണ് ഇത് സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. സിസ്റ്റമിക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തെ മൊത്തം ബാധിക്കുന്ന രീതിയിലുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൊത്തം ബാധിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റിയിലോട്ട് ഇത് എത്തുന്നില്ല അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ട് നിലകൊള്ളുന്നില്ല ഈ പ്രവർത്തനങ്ങൾ. ഒന്നുകൂടി പറയാം, ലോക്കൽ ഇൻഫെക്ഷൻസ് അറ്റ് സർഫസസ് such as the mucosa can elicit local cell mediated and humoral immune responses. അതായത് ലോക്കൽ ഇൻഫെക്ഷൻസ് സർഫസസിനെ ബാധിക്കുന്ന ലോക്കൽ ഇൻഫെക്ഷൻസ്, അതിനൊരു എക്സാമ്പിൾ മ്യൂക്കോസിനെ ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ലോക്കൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒരു ലോക്കൽ സെൽ മീഡിയേറ്റഡ് ആൻഡ് ഹ്യൂമോറൽ ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസസ് ആണ് വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഇതെന്താണ് സിസ്റ്റമിക് ഇമ്മ്യൂണിറ്റിക്ക് ഇത് ആവശ്യമില്ല, ഈ രീതിയിലുള്ള റെസ്പോൺസ് ആവശ്യമില്ല. സിസ്റ്റമിക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തെ മൊത്തം ബാധിക്കുന്ന രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി. ഓക്കെ, അതിന് ഈ ഒരു റെസ്പോൺസസ് ആവശ്യമില്ല. ക്ലിയർ ആയോ? ഒന്നുകൂടി വായിക്കാം. ലോക്കൽ ഇൻഫെക്ഷൻസ് അറ്റ് സർഫസസ് such as the mucosa can elicit local cell mediated and humoral immune responses, but not necessarily systemic immunity. അതായത് ലോക്കൽ ഇൻഫെക്ഷൻസ് സർഫസിനെ ബാധിക്കുന്ന ലോക്കൽ ഇൻഫെക്ഷൻസ്, അതായത് മ്യൂക്കസിനെ ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ്, ലോക്കൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, ഇത് ലോക്കൽ സെൽ മീഡിയേറ്റഡ് ആയിട്ട് അതുപോലെ തന്നെ ഹ്യൂമോറൽ ആയിട്ടൊക്കെയുള്ള ഇമ്മ്യൂൺ റെസ്പോൺസസ് ആണ് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ഇതെന്താണ് സിസ്റ്റമിക് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിക്ക് ഈ മെക്കാനിസംസ് ആവശ്യമില്ല. മീൻസ് സിസ്റ്റമിക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തെ മൊത്തം ബാധിക്കുന്നത്. Is it clear? Okay. Next point. The host has multiple immune defense functions that can eliminate virus and or viral disease. അതായത് ഹോസ്റ്റിന് എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള മീൻസ് കൂടുതൽ അളവിലുള്ള രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇമ്മ്യൂൺ ഡിഫൻസ് ഫങ്ഷൻസ്, ഇമ്മ്യൂൺ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. മീൻസ് വ്യത്യസ്തമായിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസസ് ഉണ്ട് ഹോസ്റ്റിന്. ഓക്കെ, ഇതെന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറസിനെ എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വൈറൽ ഡിസീസിനെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കും. വൈറസിനെയും അതുപോലെ തന്നെ വൈറൽ ഡിസീസിനെയൊക്കെ പുറന്തള്ളാൻ സാധിക്കും. അതായത് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മീൻസ് കൂടുതൽ അളവിലുള്ള രീതിയിലുള്ള ഇമ്മ്യൂൺ ഡിഫൻസ് ഫങ്ഷൻസ് ശരീരത്തിലുണ്ട് ഹോസ്റ്റിന്. അതുകൊണ്ട് തന്നെ എന്താണ് വൈറസിനെ എലിമിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വൈറൽ ഡിസീസിനെ എലിമിനേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. The host has multiple immune defense functions that can eliminate virus and or viral disease. Is it clear? Okay, അടുത്തൊരു സബ് ഹെഡിങ് കൊടുക്കുക, ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്ന് സബ് ഹെഡിങ് കൊടുക്കുക. Okay, എന്താന്ന് നോക്കാം. ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. In that virus and or virus infected cells can stimulate B lymphocytes to produce antibody. അതായത് വൈറസ് അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കോശങ്ങൾ എന്താണ് ബി ലിംഫോസൈറ്റ്സുമായിട്ട്, ലിംഫോസൈറ്റ്സ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, ബി ലിംഫോസൈറ്റ്സ് ആയിട്ട്, അതായത് ബി സെല്ലും ടി സെല്ലും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ബി ലിംഫോസൈറ്റ്സുമായിട്ട് എന്താ പറയാ പറയാം വൈറസ് ആൻഡ് ഓർ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് ക്യാൻ സ്റ്റിമുലേറ്റ് ബി ലിംഫോസൈറ്റ്സ് ടു പ്രൊഡ്യൂസ് ആന്റിബോഡി. അതായത് ഈ ബി ലിംഫോസൈറ്റ്സ് ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വൈറസും അതുപോലെ അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിനെ അത് നിയന്ത്രിക്കും. ഓക്കെ, വൈറസ് ആൻഡ് ഓർ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് ക്യാൻ സ്റ്റിമുലേറ്റ് ബി ലിംഫോസൈറ്റ്സ് ടു പ്രൊഡ്യൂസ് ആന്റിബോഡി. ക്ലിയർ ആയോ? അതായത് ബി ലിംഫോസൈറ്റ്സ് കഴിഞ്ഞ വർഷം ഓക്കെ ബി ലിംഫോസൈറ്റ്സിന്റെ ഒരു ടൈപ്പ് ബി സെല്ലും ടി സെല്ലും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ബി സെല്ല് ടി സെല്ല് കഴിഞ്ഞ വർഷം അനാട്ടമിയിൽ പഠിച്ചിട്ടുണ്ട് ലിംഫോസൈറ്റ്സിൽ.
ബി സെല്ലും ടി സെല്ല് മീൻസ് ബി ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ ടി ലിംഫോസൈറ്റ്സ്. ഓക്കെ, ഈ വൈറസ് അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കോശങ്ങൾ, ഒന്നെങ്കിൽ വൈറസ് അല്ലെങ്കിൽ വൈറസ് ബാധിച്ചിരിക്കുന്ന കോശങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഈ ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും ആന്റിബോഡീനെ. ഓക്കെ, ഇത് ഈ ബി ലിംഫോസൈറ്റ്സിനെ നിയന്ത്രിക്കും. അങ്ങനെ ബി ലിംഫോസൈറ്റ്സിന് എന്താ പറയുക, ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ, ഉത്പാദിപ്പിക്കാൻ പറ്റും. വൈറസ് അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കോശങ്ങൾക്ക് ബി ലിംഫോസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. മീൻസ് അതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ അതെന്ത് ചെയ്യും? ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഷംന ക്ലിയർ ആയിട്ടുണ്ടോ? ഒന്നുകൂടി പറയാം. വൈറസ് ആൻഡ് ഓർ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് can stimulate B lymphocytes to produce antibody. അതായത് വൈറസ് അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കോശങ്ങൾ, ഓക്കെ, അതിന് ഈ ബി ലിംഫോസൈറ്റ്സിനെ അത് നിയന്ത്രിക്കും അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യും. അങ്ങനെ ഈ ബി ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യും? ആന്റിബോഡീനെ പ്രൊഡ്യൂസ് ചെയ്യും. ശരീരത്തിൽ ആന്റിബോഡീനെ പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, അതായത് ആന്റിബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറൽ ആന്റിജൻസിനെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ആന്റിബോഡീനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. വൈറസ് ആണ് ഇവിടെ, വൈറസും വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കോശങ്ങളാണ് ഇവിടെ ബി ലിംഫോസൈറ്റ്സിനെ ആക്ടിവേറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈറൽ ആന്റിജൻസുമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ആന്റിബോഡീസിനായിരിക്കും ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, full stop, then continuation. Antibody neutralization is most effective when virus is present in large fluid space or moist surfaces. In bracket, example gastrointestinal and respiratory tract. Then IgG, IgM and IgA have all been shown to exert antiviral activity. Okay, explanation പറഞ്ഞുതരാം. അതായത് ആന്റിബോഡി ന്യൂട്രലൈസേഷൻ, അതായത് ആന്റിബോഡി നിർവീര്യമാക്കുന്ന ഒരു പ്രോസസ്. ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിർവീര്യമാക്കുക അല്ലെങ്കിൽ എന്താ പറയുക, ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള അർത്ഥം. ഓക്കെ, ആ ഒരു പ്രോസസ് ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ് വെൻ വൈറസ് ഈസ് പ്രസന്റ് ഇൻ ലാർജ് ഫ്ലൂയിഡ് സ്പേസസ്. അതായത് വൈറസ് ലാർജ് ഫ്ലൂയിഡ് പ്രസൻസ് ഉള്ള സ്പേസസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെയെല്ലാം പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിനെയെല്ലാം നിർവീര്യമാക്കാൻ ഈ ആന്റിബോഡിക്ക് കഴിയും. ഓക്കെ, മോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ആൻഡ് ഓർ മോയിസ്റ്റ് സർഫസസ്, അതുപോലെ തന്നെ മോയിസ്റ്റ് ആയിട്ടുള്ള സർഫസസിലൊക്കെ, അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ട്, ഇവിടെയൊക്കെയുള്ള വൈറസിന്റെ പ്രസൻസിനെ നിർവീര്യമാക്കാൻ ഈ ആന്റിബോഡിക്ക് സാധിക്കും. ക്ലിയർ ആയോ? ആന്റിബോഡി ന്യൂട്രലൈസേഷൻ ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ് വെൻ വൈറസ് ഈസ് പ്രസന്റ് ഇൻ ലാർജ് ഫ്ലൂയിഡ് സ്പേസസ്, അതുപോലെ തന്നെ നോൺ മോയിസ്റ്റ് സർഫസസ്, അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്ട്, ഇവിടെയുള്ള എല്ലാം വൈറസിന്റെ പ്രസൻസിനെ ഒക്കെ നിർവീര്യമാക്കാൻ സാധിക്കും. വളരെ എഫക്റ്റീവ് ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, antibody neutralization is most effective when virus is present in large fluid space. Means large fluidsന്റെ പ്രസൻസ് ഉള്ള സ്പേസുകൾ, ഓക്കെ, അവിടെ വൈറസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്ട്, അവിടെയെല്ലാം വൈറസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ ആന്റിബോഡി ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് വളരെ എഫക്റ്റീവ് ആയിരിക്കും. മീൻസ് നിർവീര്യമാക്കുന്ന രീതിയിലുള്ള ആ ഒരു പ്രോസസ്സ് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ക്ലിയർ ആയോ? then full stop, then continuation. IgG, നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ചതാണ്, ഹെമറ്റോളജിയിലൊക്കെ പഠിച്ചതാണ്. IgG, IgM and IgA മീൻസ് ഇമ്യൂണോഗ്ലോബുലിൻ A, ഇമ്യൂണോഗ്ലോബുലിൻ G, ഇമ്യൂണോഗ്ലോബുലിൻ M, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, അബ്രിവേഷൻസ് ഒക്കെ പഠിച്ചതാണ്. ഓക്കെ, have all been shown to exert antiviral activity. ഓക്കെ, അതായത് ഈ IgG-യും IgM-ഉം IgA ഒക്കെ എന്താണ്? ഈ ആന്റിവൈറൽ ആക്ടിവിറ്റിനെ കാണിക്കുന്ന ഘടകങ്ങളാണ്. ക്ലിയർ ആയോ? IgG, IgM, IgA, ഇമ്യൂണോഗ്ലോബുലിൻ G, M, A, ഓക്കെ, ഇതെല്ലാം എന്താണ്? ആന്റിവൈറൽ ആക്ടിവിറ്റിനെ കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്, ഇമ്യൂണോഗ്ലോബുലിൻസ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, full stop, then continuation. Antibody can neutralize virus
by blocking virus host cell interactions or recognizing viral antigens on virus infected cells, which can lead to antibody dependent cytotoxic cells or complement mediated lysis. അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആന്റിബോഡിക്ക് എന്താണ് ന്യൂട്രലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. മീൻസ് നിർവീര്യമാക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഓൾറെഡി പറഞ്ഞതാണ്. ഇവിടെ എന്താണ് വൈറസിനെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റിബോഡി ക്യാൻ ന്യൂട്രലൈസ് വൈറസ് ബൈ, അതായത് എങ്ങനെയാണ് വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വൈറസ് ഹോസ്റ്റ് സെൽ ഇന്ററാക്ഷനെ ബ്ലോക്ക് ചെയ്യും. വൈറസും ഹോസ്റ്റും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും, തടയും. ഓർ റെക്കഗ്നൈസിങ് വൈറൽ ആന്റിജൻസ് ഓൺ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ്, അല്ലെങ്കിൽ വൈറൽ ആന്റിജൻസുമായിട്ട് റെക്കഗ്നൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഈ എന്താ പറയുക ബോഡിയിലേക്ക് വരുന്ന ഈ വൈറൽ ആന്റിജൻസിനെ അംഗീകരിക്കുകയും അതിനുശേഷം അതുമായിട്ട് പ്രവർത്തിക്കും. ഓക്കെ, ആന്റിജൻസ് ഓൺ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് വിച്ച് ക്യാൻ ലീഡ് ടു ആന്റിബോഡി ഡിപ്പെൻഡ് സൈറ്റോടോക്സിക് സെൽസ്, അതായത് ഈ ആന്റിജൻസുമായിട്ട് പ്രവർത്തിക്കും, വൈറൽ ആന്റിജൻസുമായിട്ട് പ്രവർത്തിക്കും. ഓക്കെ, എന്നിട്ട് അത് എന്തിലോട്ട് നയിക്കുന്നു വെച്ചാൽ വിച്ച് ക്യാൻ ലീഡ് ടു ആന്റിബോഡി ഡിപ്പെൻഡന്റ് സൈറ്റോടോക്സിക് സെൽസ് ഓർ കോംപ്ലിമെന്റ് മീഡിയേറ്റഡ് ലൈസിസ്, അതായത് ഇത് വേറൊരു പ്രോസസ്സിലോട്ടാണ് നയിക്കുന്നത്. അതായത് കോംപ്ലിമെന്റ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈസിസ് ആണ് നടക്കുന്നത്. മീൻസ് സെൽസിന്റെ നാശമാണ് നടക്കുന്നത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കുക, സെൽസിന്റെ ഒരു നാശമാണ് ഇവിടെ നടക്കുന്നത്. കോംപ്ലിമെന്റ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈസിസ്, ലൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ ആണ് നടക്കുന്നത്. ഒന്നുകൂടി പറയാം, അതായത് ആന്റിബോഡിക്ക് എന്തിനുള്ള കഴിവുണ്ട്? ന്യൂട്രലൈസ് ചെയ്യാൻ, വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ, നിർവീര്യമാക്കാനുള്ള കഴിവുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വൈറസ് ഹോസ്റ്റ് സെൽ ഇന്ററാക്ഷൻ, അതിനെ ഇല്ലാതാക്കുക, ബ്ലോക്ക് ചെയ്യാണ്, തടയുകയാണ് ചെയ്യുന്നത്. വൈറസും ഹോസ്റ്റുമായിട്ടുള്ള സെൽ ഇന്ററാക്ഷനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും, തടയും. അല്ലെങ്കിൽ എന്താണ്? ഈ വൈറൽ ആന്റിജൻസിനെ ശരീരത്തിൽ പ്രവേശിച്ച വൈറൽ ആന്റിജൻസിനെ അംഗീകരിക്കുകയും അതിനുശേഷം എന്താണ് ഈ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിലുള്ള വൈറൽ ആന്റിജൻസിനെ ആദ്യം എന്ത് ചെയ്യും? അംഗീകരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ഒരു മെക്കാനിസത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് കോംപ്ലിമെന്റ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈസിസിലോട്ട് പോകും. കോംപ്ലിമെന്റ് മീഡിയേറ്റഡ് ലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൽസിനെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലോട്ട് മൂവ് ചെയ്യും. ക്ലിയർ? ഓക്കെ, വ്യക്തമായിട്ട് വായിക്കുക, എന്നാലേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുള്ളൂ. ഇത്തിരി ടഫ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് IgG full stop continuation. IgG antibodies are responsible for most antiviral activity in serum. ഓക്കെ, അതായത് IgG അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ G ആ രീതിയിലുള്ള ആന്റിബോഡീസ് ആണ് കൂടുതലായിട്ടുള്ള സെറത്തിലുള്ള കൂടുതൽ ആന്റിവൈറൽ ആക്ടിവിറ്റിനെ കാണിക്കുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് റെസ്പോൺസ് ചെയ്യുന്നത്. IgG antibodies are responsible for most antiviral activity in serum. സെറത്തിലുള്ള വൈറസുമായിട്ട് എതിർക്കുന്ന ആന്റിവൈറൽ ആക്ടിവിറ്റിക്കുള്ള കപ്പാസിറ്റി കൂടുതൽ ഈ IgG ജിക്കായിരിക്കും, ഇമ്മ്യൂണോഗ്ലോബുലിൻ ജിക്കായിരിക്കും. ക്ലിയർ ആയോ? While IgA അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ A is the most important antibody when viruses infected mucosal surfaces. അതുകൂടാതെ തന്നെ IgA എന്ന് പറഞ്ഞ ആന്റിബോഡി, ഇമ്മ്യൂണോഗ്ലോബുലിൻ A എന്ന് പറഞ്ഞ ആന്റിബോഡി എന്തിനെതിരെ പ്രവർത്തിക്കും? അതായത് മ്യൂക്കോസിന്റെ സർഫസിൽ ബാധിച്ചിരിക്കുന്ന വൈറസസിനെതിരെ പ്രവർത്തിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ A. അതായത് മ്യൂക്കോസൽ സർഫസിനെ ബാധിച്ചിരിക്കുന്ന വൈറസിന്റെ ഇൻഫെക്ഷൻസിന് അല്ലെങ്കിൽ അവിടെയുള്ള വൈറസിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആന്റിബോഡിയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ A. While IgA is the most important antibody when viruses infected mucosal surfaces. അതായത് മ്യൂക്കോസൽ സർഫസസിൽ വൈറസ് ഇൻഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ആന്റിബോഡിയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ A. Is it clear? ഇത്രയാണ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. ക്ലിയർ ആയോ നിങ്ങൾക്ക്? Is it clear? ഓക്കെ, ഇത് കുറെ തവണ വായിച്ചു നോക്കുക, എങ്കിൽ മാത്രമേ വ്യക്തമാകുള്ളൂ. ഓക്കെ, വലിയ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ എന്താ പറയാ ചുരുക്കിയാണ് നിങ്ങൾക്ക് പറഞ്ഞത്, മനസ്സിലാവുന്ന രീതിയിൽ ചുരുക്കിയേക്കുന്നതാണിത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക. സബ് ഹെഡിങ് ഇമ്മ്യൂണിറ്റിയിലെ തന്നെ അടുത്ത സബ് ഹെഡിങ്
cell mediated immunity. Cell mediated immunity. Okay, cell mediated immunity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the term cell mediated immunity refers to the recognition and or killing of virus and virus infected cells by leukocytes and the production of different soluble factors by the cells when stimulated by virus or virus infected cells. അതായത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറസിനെ റെക്കഗ്നൈസ് ചെയ്യുക, റിക്കഗ്നീഷൻ അതല്ലെങ്കിൽ കില്ല് ചെയ്യുക. ഓക്കെ, അതായത് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിനെ അല്ലെങ്കിൽ വൈറസിനെ മീൻസ് വൈറസ് ബാധിച്ച കോശങ്ങളെ അല്ലെങ്കിൽ വൈറസിനെ ആദ്യം അംഗീകരിക്കുകയും അതുപോലെ തന്നെ അതിനെ കിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, മീൻസ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂക്കോസൈറ്റ്സ് വഴിയാണ്. ലൂക്കോസൈറ്റ്സ് ആൻഡ് ദി പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെന്റ് സോലബിൾ ഫാക്ടേഴ്സ്. അതായത് ലൂക്കോസൈറ്റ്സ് വഴിയാണ്. അതുകൂടാതെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയാ സോലബിൾ ഫാക്ടേഴ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും എന്താ പറയാ ഇതിനെ തടയാം. ഓക്കെ, ബൈ ദിസ് സെൽസ് വെൻ സ്റ്റിമുലേറ്റഡ് ബൈ വൈറസ് ഓർ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ്. അങ്ങനെയാണ് കോശങ്ങൾ, അതായത് ഈ ലൂക്കോസൈറ്റ്സ് ഒന്നെങ്കിൽ ലൂക്കോസൈറ്റ്സ് വഴി അല്ലെങ്കിൽ എന്താ പറയാ സോലബിൾ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്ഷൻ വഴി, വ്യത്യസ്തമായിട്ടുള്ള സോലബിൾ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്ഷൻ വഴി, ഈ രണ്ട് മെത്തേഡുകൾ കൂടിയാണ് എന്താ പറയാ ഈ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസ് അല്ലെങ്കിൽ ഈ വൈറസ് നിയന്ത്രിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ഒന്നുകൂടി പറയാം. The term cell mediated immunity refers to the recognition and or killing of virus and virus infected cells by leukocytes and the production of different soluble factors. Bracket cytokinase. Okay, cytokinase ഒരു soluble factor ആണ്. Okay, by these cells when stimulated by virus or virus infected cells. അതായത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറസിനെയും വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കോശങ്ങളെയും കണ്ടുപിടിക്കുകയും അതിനെ കിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂക്കോസൈറ്റ്സ് വഴിയും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സൊല്യൂബിൾ ഫാക്ടേഴ്സിനെ പ്രൊഡക്ഷൻ വഴിയുമാണ്. അങ്ങനെയാണ് ഈ സെൽസിലുള്ള വൈറസ് അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കോശങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഫുൾ സ്റ്റോപ്പ്. Then continuation. Cytotoxic T lymphocytes, comma, natural killer cells and antiviral macrophages can recognize and kill virus infected cells and produce a number of important cytokines. അതായത് സൈറ്റോടോക്സിക് ആയിട്ടുള്ള ലിംഫോസൈറ്റ്സ്, അതുകൂടാതെ തന്നെ നാച്ചുറൽ കില്ലർ സെൽസ്, then antiviral macrophages. ഈ മൂന്ന് ഘടകങ്ങൾ എന്ത് ചെയ്യും? വൈറസ് അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിനെ കണ്ടുപിടിക്കുകയും അതുകൂടാതെ തന്നെ അതിനെ കിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ് പ്രൊഡ്യൂസ്, അതുകൂടാതെ തന്നെ നമ്പർ ഓഫ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞ ഘടകങ്ങൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് പറയാം. സൈറ്റോടോക്സിക് T lymphocytes, natural killer cells and antiviral macrophages can recognize and kill virus infected cells and produce a number of important cytokines. അതായത് സൈറ്റോടോക്സിക് ലിംഫോസൈറ്റ്സ്, അതുകൂടാതെ തന്നെ നാച്ചുറൽ കില്ലർ സെൽസ്, അതുകൂടാതെ തന്നെ ആന്റിവൈറൽ മാക്രോഫേജസ്, ഈ മൂന്ന് ഘടകങ്ങൾ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിനെ റെക്കഗ്നൈസ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ കിൽ ചെയ്യുകയും. ആന്റിവൈറൽ മാക്രോഫേജസ് T lymphocytes, natural killer cells, ആന്റിവൈറൽ മാക്രോഫേജസ്. ഓക്കെ, ഈ മൂന്ന് ഘടകങ്ങൾ എന്ത് ചെയ്യും? വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കോശങ്ങളെ കണ്ടുപിടിക്കുകയും അതിനെ നശിപ്പിക്കുകയും കിൽ ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ തന്നെ എന്താണ് നമ്പർ ഓഫ് ഇമ്പോർട്ടന്റ് സൈറ്റോകൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഒരുപാട് സൈറ്റോകൈൻസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റോകൈൻസിനെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഫുൾ സ്റ്റോപ്പ്. Then continuation. Cytokines produced by monocytes, monocytes, T cells, and natural killer cells play important role in regulating immune functions and developing antiviral immune functions. അതായത് സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ആകുന്നത് ഏതെല്ലാം വഴിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ മോണോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, T cells പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ കിൽ സെൽസ്
പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം പ്രധാനപ്പെട്ട റോൾ, ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇമ്മ്യൂൺ ഫങ്ഷൻസിനെ നിയന്ത്രിക്കുക എന്നതാണ്. അതുകൂടാതെ തന്നെ ആന്റിവൈറൽ ഇമ്മ്യൂൺ ഫങ്ഷൻസിനെ വികസിപ്പിച്ചെടുക്കുക, ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡെവലപ്പിംഗ് ആന്റിവൈറൽ ഇമ്മ്യൂൺ ഫങ്ഷൻസ്. ഒന്നുകൂടി പറയാം. Cytokines produced by monocytes, T cells, natural killer cells play important role in regulating immune functions and developing antiviral immune functions. അതായത് സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മോണോസൈറ്റ്സ്, ടി സെൽസ്, നാച്ചുറൽ കില്ലർ സെൽസ്. ഓക്കെ, ഇതെല്ലാം പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂൺ ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുകയാണ്. അതുകൂടാതെ തന്നെ ആന്റിവൈറൽ ഇമ്മ്യൂൺ ഫങ്ഷൻസിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? ക്ലിയർ ആയോ? ഇമ്മ്യൂൺ ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുകയും ആൻഡ് ഡെവലപ്പിംഗ് ആന്റിവൈറൽ ഇമ്മ്യൂൺ ഫങ്ഷൻസ്. സെയിം മീനിങ് തന്നെ, അതായത് ആന്റിവൈറൽ ആയിട്ടുള്ള ഇമ്മ്യൂൺ ഫങ്ഷൻസിനെ ശരീരത്തിൽ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യും. ക്ലിയർ ആയോ? അതായത് ശരീരത്തിലുള്ള ഇമ്മ്യൂൺ ഫങ്ഷൻസിനെ നിയന്ത്രിക്കും. അതുകൂടാതെ തന്നെ വൈറസിനെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഫങ്ഷൻസിനെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യും. ക്ലിയർ? ഓക്കെ, ഇത്രയാണ് ഇമ്മ്യൂണിറ്റി വരുന്നത്. ഇമ്മ്യൂണിറ്റി ഇൻ വൈറൽ ഇൻഫെക്ഷൻ ഇത്രയാണ് വരുന്നത്. ഓക്കെ, ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.